ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി താൻ ലക്ഷദ്വീപ് സന്ദർശിച്ച ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടപ്പോഴാണ് വൈറലായത്. പിന്നീട് സിനിമാ താരങ്ങൾ ഉൾപ്പെടെ ഒരുപാട് സെലിബ്രിറ്റികൾ ഈ ചിത്രങ്ങളെ ഷെയർ ചെയ്യുകയായിരുന്നു. ലക്ഷദ്വീപ് സന്ദർശിച്ച ചിത്രങ്ങൾ വൈറലായതോടെ ഒരുപാട് ഗ്രൂപ്പുകൾ തൻ്റെ നിക്ഷേപങ്ങൾ ലക്ഷദ്വീപിൽ ഇറക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. പ്രമുഖ കമ്പനിയായ ടാറ്റ അവരുടെ 2 നിർമ്മാണങ്ങളാണ്, 2 വലിയ പ്രോജക്റ്റുകളാണ് ലക്ഷദ്വീപിൽ ഇപ്പോൾ പദ്ധതിയിട്ടിരിക്കുന്നത്. 2026ഓടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകും എന്നാണ് അവർ കരുതുന്നത്. മാലദ്വീപിൽ നിന്നുള്ള ഒരുപാട് മന്ത്രിമാർ നരേന്ദ്രമോദിയുടെ ഈ പോസ്റ്റിന് കീഴിൽ കളിയാക്കിക്കൊണ്ടുള്ള ഒരുപാട് പോസ്റ്റുകൾ, ഒരുപാട് കമൻറ്റുകൾ ഇടുകയായിരുന്നു. എന്നാലിതാ ഇപ്പോൾ അത് മാലദ്വീപിന് വലിയൊരു പ്രതിസന്ധിയാണ് തുറന്നു വച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് കൂടുതൽ ആളുകൾ സന്ദർശനം നടത്തിയിരുന്ന മാലദ്വീപ് ഈയടുത്തായി ഈ പരിഹാസങ്ങൾക്കൊടുവിൽ ഒരുപാട് ടിക്കറ്റുകൾ ക്യാൻസൽ ചെയ്യപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ട്. മാലദ്വീപിലേക്ക് സന്ദർശനത്തിന് പോകാനിരുന്ന ഒരുപാട് ആളുകൾ തങ്ങളുടെ യാത്ര മുടക്കുകയായിരുന്നു. എന്നാൽ ഈ വിവാദത്തെ തുടർന്ന് 3 മന്ത്രിമാരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ലക്ഷദ്വീപിൻ്റെ ടൂറിസത്തെ പുകഴ്ത്തിക്കൊണ്ട് ഒരുപാട് പോസ്റ്റുകളാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ജനുവരിയിലായിരുന്നു ലക്ഷദ്വീപിൽ ആഡംബര ഹോട്ടലുകൾ തുടങ്ങുമെന്ന് ടാറ്റ അറിയിച്ചത്. എന്നിരുന്നാലും ഇപ്പോൾ നടക്കുന്ന വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ വാർത്തയ്ക്ക് പ്രാധാന്യം വർദ്ധിക്കുകയാണ്. ലക്ഷദ്വീപിലെ സുഹൈലിയിൽ ആയിരിക്കും ടാറ്റ ഗ്രൂപ്പ് ഹോട്ടലുകൾ നിർമ്മിക്കുക. ഈ ഹോട്ടലിന് ഓരോ ഹോട്ടലുകൾക്കും 110 മുറികളും 60 ബീച്ച് വില്ലകളും 50 വാട്ടർ വില്ലകളും ഉണ്ടായിരിക്കുന്നതാണ്. ലക്ഷദ്വീപിലെ ടൂറിസത്തിന് ഇത് വലിയ വളർച്ചയാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതേസമയം ഇന്ത്യയിൽ നിന്ന് കൂടുതൽ സന്ദർശകർ യാത്രക്കെത്തിയിരുന്ന മാലദ്വീപിൻ്റെ കഥ, മാലദ്വീപിൻ്റെ സാഹചര്യം വളരെ ഭീഷണി ഉയർത്തുകയാണ്. ലക്ഷദ്വീപിൻ്റെ ടൂറിസത്തെക്കുറിച്ച് ഇൻ്റർനെറ്റിൽ ഈയടുത്തായി തിരഞ്ഞവരുടെ എണ്ണം 50 മടങ്ങ് വർധനവ് ഉണ്ടായിരിക്കുന്നു എന്നാണ് സൂചനകൾ നൽകുന്നത്. സാഹചര്യത്തിൽ തന്നെ ലക്ഷദ്വീപിലേക്കുള്ള വിമാന ടിക്കറ്റിൻ്റെ നിരക്കിൽ 10% ഡിസ്കൗണ്ട് നൽകാൻ പേടിഎം തീരുമാനിച്ചതും വലിയ ശ്രദ്ധ പുലർത്തുന്നുണ്ട്. ഈയടുത്ത് ജനുവരി 4-നായിരുന്നു നരേന്ദ്രമോദി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത്. എന്നാൽ തുടർന്നുള്ള ദിവസങ്ങളിൽ ലക്ഷദ്വീപായിരുന്നു ആളുകൾ കൂടുതലായി ഗൂഗിളിൽ സെർച്ച് ചെയ്തത്. തുടർന്നുള്ള ദിവസങ്ങളിൽ വലിയ പ്രവർത്തനങ്ങളായിരിക്കും ലക്ഷദ്വീപിൽ നടക്കുക എന്നാണ് ആളുകൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്.